സെക്ഷൽ മെഡിസിൻ ഇപ്പൊ ഹസ്ബൻഡിനാണ് ഒരു ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ വൈഫ് പാർട്ട്ണറെ കൊണ്ടുവരണോ, സിംഗിൾ ആയിട്ട് വന്നാൽ മതിയോ? ഡിപ്പെൻസ്, അവർക്ക് എന്തോ പ്രശ്നമാണ്, ആർക്കാണ് പ്രശ്നം. കപ്പിളായിട്ട് വരുന്നതാണെങ്കിൽ വളരെ നല്ലത്. കാരണം അപ്പുറത്തെ പാർട്ട്ണർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു വിസിറ്റിൽ തന്നെ കൺഫേം ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനോ ഒക്കെ സാധിക്കും. ഒരു വിസിറ്റിൽ വരുവാണെങ്കിൽ ഡിസ്കഷനിൽ എല്ലാം കവർ ആവും. അല്ലെങ്കിൽ വേറൊരു ദിവസം പാർട്ട്ണറെയും കൊണ്ട് ചിലപ്പോൾ വരാൻ ആവശ്യപ്പെട്ടേക്കാം. എന്താണ് സെക്ഷൽ മെഡിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ? ഒരു പനിയും ചുമയും വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നില്ലേ, അത് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. ലൈക്ക് ഒരു മടിപ്പോ ചലപ്പോ അങ്ങനത്തെ ഒന്നുമില്ല. അതേപോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരണ്ടേ? തീർച്ചയായിട്ടും അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ലേ. അന്നേരം അതിന് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഒരാളുടെ സെക്ഷൽ ഹെൽത്ത് ഡയറക്ട്ലി, സിഗ്നിഫിക്കന്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും ഒരു സൊസൈറ്റിന്റെ ഫുള്ളും എഫക്ട് ആവാമില്ല. കാരണം എന്തെങ്കിലും സെക്ഷൽ റിലേറ്റഡ് ഇഷ്യൂസ് ലൈക്ക് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ പോലും ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരാൻ ഉള്ള ചാൻസസ് ഉണ്ട്. അൺവാണ്ടഡ് പ്രഗ്നൻസീസിന് ചാൻസസ് ഉണ്ട്. ഇതിനെ കൊണ്ടൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാത്തപ്പോ പല തെറ്റുകളിലും പോയി ചാടാനുള്ള ചാൻസസ് ഉണ്ട്, റിസ്ക് ഒന്നും അറിയാത്തതുകൊണ്ട്. അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അവയർനെസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്തെങ്കിലും ചാടി പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്താ പറയാ ഒരു അസുഖം ഇല്ലാത്തൊരവസ്ഥ അതും ഉണ്ടല്ലേ സെക്ഷൽ വെൽനെസ് എന്ന് പറയണത്. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് വന്നാൽ ഹെൽപ്പ് ആവും.